കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിലെ അവശിഷ്ടങ്ങളിൽ കുടുങ്ങി വലകൾ നശിച്ചതായി മത്സ്യത്തൊഴിലാളികൾ. കടലിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കാത്തത് ഗുരുതര പ്രതിസന്ധിയാണെന്നും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടെന്നും തൊഴിലാളികൾ പറഞ്ഞു. വൈപ്പിൻ ഹാർബറിലെ തൊഴിലാളികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. MSC എൽസ3 വാൻഹായ് കപ്പലപകടങ്ങൾ മത്സ്യമേഖലയ്ക്കും പരിസ്ഥിതിക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക മീഡിയ 1 റിപ്പോർട്ട് ചെയ്തിരുന്നു. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാത്തതിനാൽ വലകൾ നശിച്ചെന്നും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായെന്നുമുള്ള തൊഴിലാളികളുടെ വാക്കുകൾ അത് ഊട്ടിയുറപ്പിക്കുകയാണ്. ഈ കപ്പലപകടത്തിന് ശേഷമാണ് ഞങ്ങളുടെ വല ഇത്രയും അധികം കണ്ടിക്കുന്നത്. ഇത് ഒരു വള്ളത്തിൻ്റെ തന്നെയല്ല, ഇവിടുന്ന് പോണ ഭൂരിപക്ഷം വള്ളങ്ങളും വല നശിക്കാനുണ്ട്. ഒരു 6 ലക്ഷം രൂപയുടെ വല തന്നെ പോയിട്ടുണ്ട്. വൈപ്പിൻ തോപ്പുംപടി ഹാർബറുകളിൽ നിന്നായി 60-ലധികം വള്ളങ്ങളാണ് പുറംകടലിൽ പോകുന്നത്. സ്ഥിതി രൂക്ഷമായതോടെ ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടെന്നാണ് തൊഴിലാളികളുടെ പരാതി. ഒരു കപ്പൽ വന്ന് മുങ്ങി അതിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങളുണ്ട്. ആ കപ്പൽ കമ്പനിക്കെതിരെ നമ്മൾ വേണ്ട രീതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അതിന് വരും സർക്കാർ എന്ന് പറയുന്ന 2 സർക്കാരുകളും ആ കമ്പനിക്കെതിരെ കേസിന് പോലും ഇത് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചില്ല. കപ്പലപകടങ്ങളിൽ ദുരൂഹതയുണ്ടെന്നും തുടർ നടപടികൾ വേഗത്തിലാക്കണമെന്നും ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് കേരള മത്സ്യത്തൊഴിലാളി ഐക്യവേദി. ലോകത്ത് ഒരു കപ്പൽ മുങ്ങിയാൽ കപ്പലിൻ്റെ വിലയുടെ 3 ഇരട്ടിയാണ് കോമ്പൻസേഷൻ കൊടുക്കുന്ന അനുഭവം നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെയാണ് കേവലം 1000 രൂപ വെച്ചിട്ട് ഒരു മാസം മണിലണ്ടിരിക്കുന്ന തൊഴിലാളികൾക്ക് 1000 കൊടുത്താൽ എങ്ങനെ മുതലാവും? ഒരു ദിവസം ഒരു സാധാരണ തൊഴിലാളിക്ക് 1000 രൂപ കിട്ടുന്നതല്ല കേരളത്തിൽ. ഒരു വർഷം മുഴുവൻ പണിയെടുത്ത് അധ്വാന മണി പോയി കിടക്കുന്ന മുഴുവൻ. ആശങ്കയ്ക്ക് വകയില്ലെന്നും കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്നുമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിശദീകരണം. എന്നാൽ സ്ഥിതി സങ്കീർണമാണെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കപ്പലപകടങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന മത്സ്യസംഘടനകളുടെ ആവശ്യത്തിനും ഇതോടെ പ്രസക്തിയേറുകയാണ്. കൊച്ചിയിൽ നിന്ന് ക്യാമറ പേഴ്സൺ സച്ചിൻ സജിക്കൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.